Hi, hello, this is Ashwati Sukesh. Now, this topic, I have a request to another topic. So, the topic is confidence. Confidence is Google topics. How to develop your confidence, inner confidence in the topics. Now, confidence is a categorization. Now, we have confidence categorize it. This is categorize the main reason. Okay, you have confidence lacking and a question choice. You answer confidence India. Confidence answer. Okay, so categorization. First, main confidence lack how do I look in appearance? First, how do I look? First topic. Second, in the character. Okay, character comment. What is my character? In the character the second. The way I speak. I സംസാരിക്കുന്ന രീതിക്ക് പ്രശ്നമുണ്ട്. അത് മലയാളത്തിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ സംസാരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അത് മൂന്നാമത്തെ ടോപ്പിക്. നാലാമത്തെ ബോഡി ലാംഗ്വേജ്. എൻ്റെ നിപ്പില് നടപ്പില് ഞാൻ കൈ യൂസ് ചെയ്യണത് എൻ്റെ തല ആട്ടുന്നത് അതിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് കാണിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ പൊതുവെ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയി പോകുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എനിക്ക് ബേസിക്കലി ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പൊതുവേ കാണുന്ന ഒരു കോൺഫിഡൻസ് ഇഷ്യൂല് കണ്ടിരിക്കുന്ന 4 ടോപ്പിക്സ് ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ടോപ്പിക് എടുക്കാം. നമ്മുടെ അപ്പിയറൻസ്, ഹൗ ഡു ഐ ലുക്ക് എന്നുള്ളൊരു കാര്യം. ഇതില് ഹൗ ഡു ഐ ലുക്ക് നമ്മളെല്ലാവരും പലരും പല രീതിയാണ് കാണാനൊക്കെ. നമ്മൾ പലരും പല രീതിയാണ്. പേഴ്സണലി ഐ ഹാവ് ഫേസ്ഡ് that ഒരു അപ്പിയറൻസിന് ചൊല്ലിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. മൈ മദർ ആൻഡ് മൈ സിസ്റ്റർ ഇസ് വെരി ഫെയർ. അപ്പോൾ കാണുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഓക്കെ അമ്മയുടെ മുൻപ് ഇത് മോളാലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ദേ ഹാവ് നെവർ ആസ്ക്ഡ് ഇത് മോളാലേ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഐ ട്രൈഡ് എ ടെക്നിക്. ജസ്റ്റ് ദാറ്റ് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ സംവെയർ ഐ ഫീൽ ഓക്കെ ഐ ആം ഗുഡ് എന്നുള്ളൊരു കാര്യം. From that day onwards, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐ നെവർ യൂസ് ടു ഡ്രസ് അപ്പ് ലൈക്ക് എനിത്തിങ്. വെറുതെ ഒരു ടോം ബോയിനെ പോലെ റൗണ്ട് ചെയ്ത് നടക്കലായിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ലോലി ഐ സ്വിച്ച് ടു സ്മോൾ ഐ മേക്കപ്സ്, പൊട്ട് തൊടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പഠിക്കെ തുടങ്ങിയതാണ്. ജസ്റ്റ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ഐ ഗോ ആൻഡ് ഐ സേ യു ആർ ബ്യൂട്ടിഫുൾ. സ്റ്റിൽ നൗ ഐ ഡു ദാറ്റ്. വെറുതെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് ചിരിക്കും, എന്നിട്ട് ഐ ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. ബിക്കോസ് ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും ഒരാൾ ചിലപ്പോൾ വന്ന് പറഞ്ഞു എന്നിരിക്കില്ല യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ആരും വന്ന് പറഞ്ഞു എന്നിരിക്കില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം ഏതെങ്കിലും കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നിട്ട് മിസ് ഇവള് ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ പ്രേമിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന മെയിൻ ഡയലോഗാണ് യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ളത് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു കാര്യം നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഐ സേ ടു മൈസെൽഫ്, ഓക്കെ യു ലുക്ക് ബ്യൂട്ടിഫുൾ. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് തിങ്, നമ്മുടെ അപ്പിയറൻസ്. ആ കോൺഫിഡൻസ് നമുക്ക് നമ്മളിൽ തന്നെ മറ്റുള്ളവരെല്ലാവരും നമ്മളോട് പറയണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആരും ചിലപ്പോൾ വന്ന് പറഞ്ഞു എന്നൊന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം യു ലുക്ക് ബ്യൂട്ടിഫുൾ. ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തെ നമ്മുടെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്. അവർ കാണുന്നത് ഓക്കെ അവർക്ക് വേണ്ട രീതിക്കായിരിക്കും അവരൊരു കാര്യത്തെ കാണുക. ആ ഒരു രീതിക്കായിരിക്കും അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവുക. സോ ദേ വോണ്ട് ആർ ക്യാരക്ടർ ടു ബി ലൈക്ക് ഹൗ ദേ വിഷ്. അവർക്ക് ആവശ്യമുള്ള ഒരു രീതിക്കായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതെല്ലാം കേട്ടിട്ട് ചിലപ്പോൾ എല്ലാവരും അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ചിലപ്പോൾ ചേഞ്ച് ആയിരുന്നിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കില്ല. നല്ല കാര്യങ്ങൾ കേൾക്കുക. ഒരുപാട് വെൽ വിഷേഴ്സ് നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റും ചെയ്യുക, പ്രശ്നമില്ല. പക്ഷെ ഒരു ഒരു
ക്യാരക്ടർ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഹൗ യു ആർ, ആരെങ്കിലും ഹാം ചെയ്യാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ആലോചിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക. അല്ല ഇപ്പൊ അവർ പറയണ ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി, ഇവർക്ക് ബുദ്ധിമുട്ടായി ഉണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പേഴ്സണലി നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ ക്യാരക്ടർ കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ ക്യാരക്ടർ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റി എടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ലാഗ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ സംസാരിച്ച പ്രശ്നം വരും, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഫീൽ ചെയ്യും, സൊസൈറ്റിയുടെ അടുത്ത് മര്യാദയ്ക്ക് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ കോടതിയിൽ ഇതിനുള്ളൊരു ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാവരും പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആവാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വൺ ഇസ് ദി സെക്കൻഡ് പോയിന്റ്, ദാറ്റ് ഇസ് ക്യാരക്ടർ. ക്യാരക്ടർ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഞാൻ സംസാരിക്കുന്ന രീതി. മലയാളമാവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ, സംസാരിക്കുന്ന രീതി. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ വരും സംസാരിക്കുന്നത്. എന്തൊരു കാര്യമാണ്. പൊതുവെ എനിക്കിപ്പോൾ മലയാളം സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ചിലവരൊന്ന് ബ്ലോക്കായി പോകുന്നത് പോലെയുണ്ട്. അത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ഞാൻ പറഞ്ഞാൽ തെറ്റായി പോകും എന്നുള്ളൊരു ഒരു സംഭവം ആരുടെയൊക്കെയോ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും, ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ടിപ്പാണ് കുഞ്ഞിതാക്കി. ഏറ്റവും നമ്മൾ വിചാരിക്കേണ്ട കാര്യം, കുറെ സെന്റൻസ് കണക്റ്റേഴ്സ് ഉണ്ടല്ലോ, ആൻഡ്, ബട്ട്, ഇങ്ങനത്തെ സെന്റൻസ് കണക്റ്റേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഉള്ള വേർഡ്സ് മലയാളത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെന്റൻസസ് കുഞ്ഞു കുഞ്ഞു സെന്റൻസസ് ആക്കാൻ ശ്രമിക്കുക. ഈ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ എന്താ പറയണേന്നുള്ള കാര്യം കുറച്ച് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. വലിയ സെന്റൻസ്, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ സെന്റൻസസ് കുഞ്ഞിതാക്കി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഗ്യാപ് ഫില്ലേഴ്സ് കുറയും. ഗ്യാപ് ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉദ്ദേശിച്ചത് ആൻഡ് വാട്ട് ഐ വാസ് തിങ്കിങ് എസ് നമ്മുടെ കുറച്ച് മൂളല് മുക്കല് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും കുഞ്ഞി കുഞ്ഞി സെന്റൻസസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുകയാണ് അടുത്ത സെന്റൻസ് പറയാനുള്ളത്. അപ്പൊ ഈ ഗ്യാപ് ഫില്ലേഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക, കുഞ്ഞി സെന്റൻസസ് ആക്കാനായിട്ട് നോക്കുക. അടുത്തത് നമ്മുടെ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ പൊതുവെ എന്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കൈ യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ എന്റെ കളീഗ്സ് ഒക്കെ മിമിക്രി ഒക്കെ ചെയ്യാൻ നേരത്തെ എന്നെ കളിയാക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്, കൈ യൂസ് ചെയ്തിട്ട് സംസാരിക്കാം. കുറച്ച് ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കെട്ടി വെച്ചിട്ടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചോളൂ. നമ്മൾ കൈ കെട്ടി വെച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്നതിന് ഒരു ഫ്ലോ കിട്ടില്ല, ചിലപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആയി പോകും. സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഐഡിയാസ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാന്നൊക്കെ പറയും. അപ്പോൾ കുറച്ചൊന്ന് കൈ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കൈ യൂസ് ചെയ്യാൻ സമയത്ത് ഒരു കാര്യം ആലോചിക്കാം, നമ്മളെ ഒരാള് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരാൾ നമ്മളെ നോക്കിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരിപ്പോ നമ്മളെ ഈ ഒരു ആംഗിളിലായിരിക്കും നോക്കുക. അപ്പൊ നമ്മുടെ കൈ പോകുന്നതും ഈ ഒരു ആംഗിളിൽ പോയി കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് നമ്മളെ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ചിട്ട് നമ്മുടെ കൈ ഇപ്പോൾ ഒരുപാട് വൈഡ് ആംഗിൾസിലേക്ക് പോവാണെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് എന്റെ കൈ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ കണ്ണ് ഇങ്ങോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആളുടെ കണ്ണ് ഓൾറെഡി അങ്ങോട്ട് പോകും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കട്ടായി പോവും, നമ്മുടെ മുഖത്തേക്ക് ഒരു ഐ കോണ്ടാക്ട് കിട്ടില്ല. അപ്പൊ നമുക്കും സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പൊ ഒരുപാട് വൈഡ് ആംഗിൾസിലേക്ക് കൈ യൂസ് ചെയ്യാതെ കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് കൈ യൂസ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയാസ് കുറച്ചും കൂടി ഫ്ലോ ആയിട്ട് വരും എന്ന് തോന്നും. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ നമ്മൾ ഒരുപാട് ചുങ്ങിക്കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരിത്തിരി അലസത കയറും നമ്മുടെ സംസാരത്തിൽ. നമ്മുടെ ഒരു ടോൺ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര വയ്യാതെ പോലെ സംസാരിക്കും. ഇത്തിരി ഒന്ന് നിവർന്നിരുന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്നൊരു പ്ലസന്റ് ആയിട്ട് ഒരു ചിരി കൊണ്ടുവന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്നും കൂടി നമ്മളെ അറ്റൻഡ് ചെയ്യാനായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് എനിക്ക് കോൺഫിഡൻസിന്റെ കാറ്റഗറൈസേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഏതിലാണ് കോൺഫിഡൻസ് ലാക്ക് ചെയ്യണമെന്നുള്ളത് നോക്കുക. ഒരു ചിരിയോട് കൂടിയിട്ട് നമ്മൾ
നമ്മൾ എന്താണോ ആ രീതിക്ക് തന്നെ മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സൊസൈറ്റി അല്ല നമ്മളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാനിതാണ്, ഓക്കെ, ഞാൻ നല്ലതാണ്, ഐ ആം ഗുഡ് ഇൻ വാട്ട് എവർ വേ ഐ ആം ഗുഡ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് യു. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മളെ ഒരു റിയലൈസേഷൻ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക, ഓർ നിങ്ങൾക്ക് മെയിൽ ഐഡിയിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, so as I always say, that's all for today's news. This is me, Ashwati, signing off. Thank you, bye bye, and take care.